ന്യൂസുമായിട്ടൊരു വഴക്കുണ്ടായിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ അല്ല വരുന്നുണ്ട്. ആൾക്കാർക്ക് അതില് എന്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള മറ്റൊരാളുണ്ട്. അയാളാണ് മറ്റേ അവള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ ട്രോളിന് ഒരാൾക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അയാള് പിന്നെ അയാൾ ഞാൻ ചോദിച്ചു, ഈ വോയിസ് ഞാൻ ആ ട്രോൾ വീഡിയോയിൽ കണ്ടപ്പോ എന്റെ സ്റ്റാൻഡിൽ ഒരാളുടെ മറ്റാളാണ്. അപ്പൊ ഞാൻ ആളെടുത്ത് ചോദിച്ചു, ഇത് നിങ്ങളെ വോയിസ് അല്ലേന്ന്. അപ്പൊ ആള് പറഞ്ഞു അല്ല, ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വോയിസ് മാത്രം തെളിവുണ്ടെന്നില്ല. പിന്നെ ആ വീഡിയോ ഇട്ട ആളെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഇത് ആരാ അയച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ആ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി. അതായത് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പോയി ചോദിക്കാവുന്നതാണ്. പക്ഷെ പിന്നെ അത് എന്റെ സ്റ്റാൻഡിലുള്ള ഏട്ടന്മാർക്ക് ഞാൻ അത് അയച്ചു കൊടുത്തു. ആളിപ്പോഴത് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് ആളാണ് അയച്ചു കൊടുത്തത് എന്നുള്ളതിന് ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് അയച്ചതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നാട്ടിട്ടുണ്ട്. അല്ല ആള് അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാന് അൻഷാദ് ഷാക്കിർ ഞങ്ങളെല്ലാവരും പാടെയാണ് എൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവൊക്കെ ചെയ്തത്. പക്ഷെ അയാള് പറഞ്ഞത് അയാളുടെ കമ്പനിക്കാർ അയാള് വീട്ടിലേക്ക് വന്ന് ചെയ്തു എന്നൊക്കെയാണ് അന്ന് അയാള് പറഞ്ഞത്. ഇവരൊക്കെ നിങ്ങളായിട്ട് അത്യാവശ്യം നല്ല കൂട്ടായിട്ടിരുന്ന അയ്യോ ഞാൻ പറയട്ടെ, ആ ഏട്ടനും ഞാനും അത്രയും കമ്പനി ആയിരുന്നു. ആൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ആളെ പേര് രാജു എന്നാണ്, ആളെ ഓട്ടോന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. ഒക്കെ ഞാൻ പറയുമ്പോ തന്നെ അല്ല ആൾ ഒരിക്കലും ഇത് ചോദിച്ചു വരില്ല. കാരണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് തെളിവിന്റെ കയ്യിലുണ്ട്.